കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എപ്പോഴാണ് ഒരു പുരുഷൻ സമ്പൂർണനാകുന്നത്? പുരുഷൻ സമ്പൂർണനാകുന്നത് എല്ലാവരും വിചാരിക്കും കുറെ ധനം സമ്പാദിക്കുക, കുറെ ജോലിയെടുത്ത് പണം കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ കൊടുക്കുക, കുടുംബത്തിന് ചെയ്തു കൊടുക്കുക, കുറച്ച് പൈസ കൊടുത്താൽ അവരുടെ കടമ തീർന്നു എന്ന് ധരിക്കുന്ന പുരുഷന്മാരാണ് ഇന്ന് ഭൂരിപക്ഷവും. അവർക്ക് സമയമില്ല കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിക്കാൻ, ഭാര്യയെ നോക്കാൻ, മക്കളെ നോക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഉത്തമമായ ഭാര്യയ്ക്ക് എന്തൊക്കെ കൊടുക്കണം, അതൊന്നും പുരുഷനറിയില്ല. അപ്പോൾ ഒരു പുരുഷൻ എപ്പോഴൊക്കെയാണ് സമ്പൂർണനാകുന്നത്? അതാണ് അമിതമായ ധനം സമ്പാദിക്കുന്നതും മറ്റനേകം സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടുള്ളവൻ എപ്പോഴും പൂർണ്ണനായി എന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദുബായിൽ നിന്ന് പണം അയക്കുന്നു, പുറത്തുനിന്ന് പണം അയച്ചു കൊടുക്കുന്നു, അങ്ങനെ ചെയ്തു കൊടുക്കുന്നവൻ സമ്പൂർണനാണ് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞ ഒരു മിഥ്യാധാരണ തന്നെയാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ നന്മ നിറയണമെങ്കിൽ, താൻ ചെയ്യുന്ന കടമകളെല്ലാം പൂർണ്ണമാകണമെങ്കിൽ, അവൻ സമ്പൂർണനാകണമെങ്കിൽ, അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവണമെങ്കിൽ, അവന് വരുന്ന കഷ്ടകാലങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതെല്ലാം ഒഴിഞ്ഞു പോകണമെങ്കിൽ, ജീവിതത്തിൽ അങ്ങനെ അവനാകണമെങ്കിൽ അവൻ സദ്ഗുണ സമ്പന്നനും നല്ല ശീലങ്ങൾക്ക് അടിമയുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ എന്തുണ്ടാവുള്ളൂ? ഒരു നല്ല ജീവിതസഖി വന്നു കയറി എങ്കിൽ ആ ജീവിതസഖി വന്നു ചേർന്ന് കഴിയുമ്പോൾ അവൻ സദ്ഗുണ സമ്പന്നനും ഒരു പൂർണ്ണ വ്യക്തിത്വമുള്ളവനും ആണെങ്കിലേ അവൻ ആരാവുന്നുള്ളൂ, സമ്പൂർണ്ണ പുരുഷനാവുന്നുള്ളൂ. അവന് കുറെ പണമുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, എന്നിട്ട് നീ എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ സമ്പൂർണ്ണ പുരുഷനാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ശീലവും നല്ല ഗുണങ്ങളും ഒത്തുചേർന്നൊരു സ്ത്രീ വന്നു ചേർന്നാൽ അവൻ സമ്പൂർണ്ണ പുരുഷനായി. അപ്പൊ അവൻ സമ്പൂർണ്ണ പുരുഷനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്ത്രീക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കാനും തയ്യാറായിരിക്കണം. സ്ത്രീ ജീവിതത്തിലേക്ക് പദമൂന്നിയാൽ ഒരു പുരുഷൻ സമ്പൂർണ്ണനാവും. നല്ലൊരു സ്ത്രീ, നല്ല ഉത്തമ സ്ത്രീ, ഒരു പെൺകുട്ടി, എല്ലാ തരത്തിലും ഉത്തമയായ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ സമ്പൂർണ്ണനാകും. ഒപ്പം തന്നെ അവനിലുള്ള സൽഗുണങ്ങളും തന്റെ നല്ല വശങ്ങളും എല്ലാം ചേർന്ന് ഒരു നല്ല സമ്പൂർണ്ണ പുരുഷനായി തീരാൻ എല്ലാവരും ശ്രമിക്കുക.